ആരോഗ്യവകുപ്പ് കസേരകളി വിവാദങ്ങൾക്കിടെ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ ഡോക്ടർ റീന ഇന്നുമെത്തി. വന്നത് കോടതി ഉത്തരവ് പ്രകാരമെന്ന് റീനയുടെ കാര്യത്തിൽ നിയമോപദേശം തേടിയതായി മന്ത്രി. ആരോഗ്യ പ്രവർത്തകർക്ക് ദീർഘകാല അവധി നൽകരുതെന്ന സർക്കുലറിൽ വിവാദം. ലോകകപ്പിൽ ബ്രസീൽ ആഘോഷം. ഹെയ്ത്തിക്കെതിരെ 3-0 ജയം. മതയൂസ് കുഞ്ഞയ്ക്ക് ഇരട്ട ഗോൾ. സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ച് മൊറോക്കോ ഗ്രൂപ്പിൽ ഒന്നാമത്. ഓസ്ട്രേലിയക്കെതിരെ യുഎസിനും ജയം. കെ ബി ഗണേഷ് കുമാർ NSS ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്തേക്ക്. അംഗത്വം പുതുക്കി നൽകിയില്ല. പരാതിയുണ്ടെങ്കിൽ കേസ് കൊടുക്കാമെന്ന് NSS ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ കാലാവധി ഇത്തവണ തീർന്നു, വീണ്ടും എടുത്തില്ല എന്നുള്ളതുള്ളൂ, അല്ലാതെ പുറത്താക്കിയൊന്നുമില്ല. ഓരോ താലൂക്കിലെ പ്രവർത്തനം അനുസരിച്ചാണ് മാറുന്നത്. ചിലപ്പോൾ 2 പേരെ മാറ്റും, ചിലപ്പോൾ 3 പേരെ മാറ്റും. ഇത്തവണ ഒരാളേ ഉള്ളൂ. ജനാധിപത്യ രീതിയിലല്ല പുറത്താക്കിയതെന്ന് ഗണേഷ് കുമാർ. കഴിഞ്ഞ എന്നെ വെച്ചതും അദ്ദേഹം തന്നെ വെച്ചാണ്, ഞാൻ ചോദിച്ചിട്ട് വെച്ചല്ല. ഞാൻ ചോദിക്കത്തില്ല, എനിക്ക് അങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ തരും. ഞാൻ അദ്ദേഹത്തോട് പണ്ടും പറഞ്ഞിട്ടുണ്ട്, കൂടെ ഉണ്ടാവും. വിനയായത് പത്തനാപുരം താലൂക്ക് യൂണിയനുമായുള്ള തർക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതിൽ അഴിമതി എന്ന് പ്രതിപക്ഷം. നടപടി കർണാടക ലോബിക്ക് വേണ്ടിയെന്ന് MP രാജേഷ്. സർക്കാരിന് വലിയ വരുമാന നഷ്ടമുണ്ടാക്കുമെന്നും ആരോപണം. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വെള്ളാപ്പള്ളിക്കെതിരായ ആദ്യ കുറ്റപത്രത്തിന് അംഗീകാരം. കുറ്റപത്രം തയ്യാറായത് വയനാട് യൂണിയന് 10 ലക്ഷം നൽകിയതിൽ. അന്വേഷണം തുടരുന്നത് 70 കേസുകളിൽ. ജനസംഖ്യാടിസ്ഥാനത്തിൽ ജില്ലകൾ പുനഃക്രമീകരിക്കണമെന്ന ആവശ്യം കൂടുതൽ ശക്തമാകുന്നു. UDF നേതൃത്വം മുന്നോട്ട് വെക്കുന്ന ആവശ്യത്തോട് യോജിച്ച് BJPയും മലബാർ കേന്ദ്രഭരണ പ്രദേശമാക്കണമെന്ന ആവശ്യവുമായി വിശ്വ ഹിന്ദു പരിഷത്ത്. മഹാരാഷ്ട്രയിൽ തകർന്നടിഞ്ഞ് ഉദ്ധവ് പക്ഷം. MP മാർക്ക് പിന്നാലെ MLA-മാരും പാർട്ടി വിടുന്നു. സ്ഥാനമൊഴിയാൻ തയ്യാറെന്ന ഉദ്ധവ് താക്കറെ. യഥാർത്ഥ ചിത്രം വരാനിരിക്കുന്നതേ ഉള്ളൂവെന്ന് ഏക്നാഥ് ഷിൻഡെ. പശ്ചിമേഷ്യൻ യുദ്ധകരാറിലെ അന്തിമ ചർച്ചകളിൽ അനിശ്ചിതത്വം. ഇറാനെ പ്രകോപിപ്പിച്ച് ഇസ്രായേലിന്റെ ലെബനൻ ആക്രമണം. അമേരിക്കൻ പ്രതിനിധികൾ ലെബനനിലെത്തി. ഇറാൻ പ്രതിനിധികളുടെ വരവിൽ അനിശ്ചിതത്വം. ഹോർമുസിൽ കടുപ്പിച്ച ഇറാൻ. പുതിയ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. കപ്പലുകൾ കടന്നുപോകാൻ അപേക്ഷ നൽകണം. 48 മണിക്കൂർ മുൻപ് റൂട്ട് ഉൾപ്പെടെ വിവരങ്ങൾ നൽകണമെന്നും ഇറാൻ.